ഇവിടെ നേരത്തെ രാജശേഖര പണിക്കർ പറഞ്ഞ ഒരു കാര്യം, ഫാസിസം. നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ നാവടക്കി പണിയെടുത്ത പാരമ്പര്യവും കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കുണ്ട് എന്ന കാര്യം അവർ സൗകര്യപൂർവ്വം മറക്കാറുണ്ടെങ്കിലും ജനങ്ങളത് മറന്നിട്ടില്ല. എങ്ങനെയാണ് നാവടക്കിയിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ പണിയെടുക്കുക? എങ്ങനെ എടുക്കാൻ പറ്റും? ഇന്ദിരാഗാന്ധി നാവടക്കി പണിയെടുക്കാൻ പറഞ്ഞപ്പോൾ നാവ് എന്തിനാ, ഞങ്ങൾക്ക് നാവേ ആവശ്യമില്ല, എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത നാവ് എന്ന് പറഞ്ഞ് പണിയെടുത്ത പാരമ്പര്യവും കൂടി നമ്മൾ മഹത്തായ ഇത് കേരളമാണ് എന്ന് പറയുമ്പോൾ അതുകൂടി ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. മുജ്ജന്മ സുഹൃതം കൊണ്ടാണ് അടിയന്തരാവസ്ഥയെ എതിർക്കാൻ അന്ന് കഴിഞ്ഞത് എന്ന് ഞാൻ ഓർക്കുന്നു. അടിയന്തരാവസ്ഥക്കെതിരെ 7 ദിവസം സമരം നടന്ന ഒരൊറ്റ കലാലയമേ ഈ കേരളത്തിലല്ല ഇന്ത്യയിലുള്ളൂ, അത് മഹാരാജാസ് കോളേജാണ്. ആ 7 ദിവസ സമരത്തിലും പങ്കെടുത്ത ഒരാളാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അന്ന് ഞങ്ങൾ ഒറ്റുകൊടുക്കുന്ന രീതി ചെയ്ത ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഫാസിസത്തിനെതിരെ ഇടക്കിടക്ക് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന ശ്രീ ബിനോയ് വിശ്വം. സത്യമായിട്ട് പറയണമല്ലോ. കാരണം എൻ്റെ വിഷയം എന്താണ്? വാർത്താ അവതരണത്തിലെ സത്യവും മിഥ്യയുമാണ്. അപ്പോൾ അന്ന് ഇതിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാ ഒറ്റ പാർട്ടി മതി എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനിച്ചു. എന്തിനാ വേറെ അധികം രാഷ്ട്രീയ പാർട്ടികൾ, എന്തിനാ വേറെ അധികം അഭിപ്രായങ്ങൾ? എല്ലാ അഭിപ്രായങ്ങളും ഒറ്റ അഭിപ്രായങ്ങളും മതിയെന്ന് ഓർക്കണ്ടാവുമല്ലോ. അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുന്നവരെ പോലീസിന് ഒറ്റുകൊടുക്കുന്ന പാരമ്പര്യം CPIക്കുണ്ട്. അത് പറയുമ്പോൾ CPIക്കാർ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, വസ്തുതയാണ്. അതിങ്ങനെ കിളമ്പി വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ബിനോയ് വിശ്വം ഇടക്കിടക്ക് ഫാസിസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിറ കൊണ്ട് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം CPIയുടെ എന്തോ സംസ്ഥാന സെക്രട്ടറിയോ മറ്റോട്ടൊക്കെയാണ്. ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല, വസ്തുത പറയുന്നതാണ്. അന്ന് ഇങ്ങനെ പണിയെടുത്തൊരു പാരമ്പര്യം കൂടി നമുക്കുണ്ട്. അന്നൊരു ഒറ്റയാൾ സമരമായി പോയി അറസ്റ്റ് വരിച്ച മനുഷ്യനാണ് MP മൻമോഹൻ മാഷ്. ഒറ്റയ്ക്ക് അടിയന്തരാവസ്ഥയെ അദ്ദേഹം പുരോഗമനവാദിയല്ല, ഗാന്ധിയനായിരുന്നു. ഒട്ടും പുരോഗമനവാദിയല്ല. അദ്ദേഹം പ്രിൻസിപ്പൽ സ്ഥാനം ഉപേക്ഷിച്ചത് കോപ്പി എഴുതിയ ഒരാൾക്ക് കൺസെഷൻ കൊടുക്കണം എന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞപ്പോൾ ഈ പണി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ സ്ഥാനം ഉപേക്ഷിച്ചു. കോപ്പി എഴുതിയ കക്ഷി പിന്നീട് വളരെ പ്രസിദ്ധനായി, ഇപ്പോഴും പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പേര് MM ഹസൻ എന്നാണ്. എനിക്ക് MM ഹസനോടും ആദരവ് തോന്നിയത് ഈ നമ്മുടെ വിദ്യാഭവൻ്റെ ഹാളിൽ വെച്ച് മന്മഥൻ മാഷിനൊരു അവാർഡ് കൊടുക്കുന്ന ചടങ്ങുണ്ടായി. ആ ചടങ്ങ് നടക്കുമ്പോൾ ഈ കുറ്റം പരസ്യമായി ഏറ്റുപറഞ്ഞ് ജനങ്ങളോട് മാപ്പ് ചോദിച്ചു ഹസൻ എന്നത് എനിക്ക് ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഹസനോട് ആദരവ് തോന്നിയ ഏക നിമിഷവും അതുതന്നെയാണ്. അന്ന് രാജിവെച്ചു പോയതാണ്. ഒറ്റയ്ക്ക് എതിർക്കുകയാണ്. എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ടല്ല. തനിക്ക് ബോധ്യമുള്ളൊരു കാര്യം, തനിക്ക് സത്യം എന്നറിയുന്നൊരു കാര്യം, അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നും അതിൽ ആരൊക്കെ ഉണ്ട് എന്ന് നോക്കേണ്ടതില്ല എന്നും വിചാരിക്കുന്നൊരു രീതി കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ എത്ര പേർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പരിശോധന അർഹിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഈ കേരളം മഹത്താണ്, ഇത് കേരളമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ മൂടി വെക്കുന്ന കാര്യങ്ങളാണ്.